ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റുകളിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും വളരെ സിമ്പിളുമായ ഒരു ടിക് ടാക് ക്ലിപ്പാണ്. ഇത് നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ടിക് ടാക് ക്ലിപ്പ് ഉണ്ടാവും. ഞാനിവിടെ പ്ലെയിൻ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പ്ലെയിൻ നമുക്കിങ്ങനെ ഗോൾഡ്, സിൽവർ, റോസ് ഗോൾഡ് കളറിൽ കിട്ടാറുണ്ട്. ഇത് പ്ലെയിൻ ഇല്ല എങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രോസ് ഗറിങ് റിബണാണ്. ഈ ഗ്രോസ് ഗറിങ് റിബൺ എടുത്തിട്ട് അതിന് ജസ്റ്റ് ഒരു ബോ പോലെ രണ്ട് സൈഡും ഒന്ന് കറക്കി ചുറ്റിയെടുത്തു. ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡിലേക്ക് അതിനെ എടുത്ത് ഒന്ന് മാറ്റി എടുത്തു. അപ്പോഴേക്കും ഈ ഷേപ്പിൽ കിട്ടും. അതിന് നമ്മൾ രണ്ട് സൈഡും ഒന്ന് ഉരുക്കി അതിനെ ഒന്ന് ഫിനിഷ് ചെയ്യുക. കാരണം ഈ റിബൺ പെട്ടെന്ന് പിരിന്നു പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഉരുക്കിയെടുക്കുന്നത്. എന്നിട്ട് അതിനെ ഞാൻ ഗ്ലൂ ഗൺ വെച്ച് അതിൻ്റെ സെൻറ്റർ ഒന്ന് ഒട്ടിച്ചു. അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, മാറിപ്പോകത്തില്ല. അപ്പോൾ കറക്റ്റ് അങ്ങനെ ഇരിക്കും. അതിനുശേഷം അതിനെ ഞാൻ നമ്മുടെ ക്ലിപ്പിൻ്റെ ആ എഡ്ജ് ഭാഗത്ത് നന്നായിട്ട് ഒട്ടിച്ചു വെച്ചു. കണ്ടില്ലേ, ഇതുപോലെ. അതുകൊണ്ട് ഈ പെട്ടെന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഗ്ലൂ ഗൺ യൂസ് ചെയ്തത്. അതിനുശേഷം ടിയാര ഫ്ലവർ, ഈ ഫ്ലവർ പല കളറിൽ അവൈലബിൾ ആണ്. ടിയാര ഫ്ലവർ എടുത്തിട്ട് ഞാനത് സെൻറ്ററിലേക്ക് അതിന് ഒട്ടിച്ചു. ആ സെൻറ്ററിലേക്ക് തന്നെ വീണ്ടും നമ്മുടെ വൈറ്റ് ബീഡ്സ്, ഇതിലേക്ക് നിങ്ങൾക്ക് കളർ യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് മാറ്റി ചെയ്യാം. അതിലേക്ക് ഞാനൊരു ക്ലിപ്പ് സ്റ്റോൺ സെൻറ്ററിൽ കൊടുത്തു. അപ്പോൾ അത് കുറച്ചുകൂടെ മനോഹരമായി കിട്ടി. അങ്ങനെ ഞാൻ രണ്ട് ക്ലിപ്സും അതുപോലെ ചെയ്തെടുത്തു. നോക്കി, ഇത് ബ്ലാക്കിൽ അല്ലെങ്കിൽ പല കളറിലുള്ള ടിക് ടാക് ക്ലിപ്പിൽ ഇങ്ങനെ പല കളറിലുള്ള ബോ വെച്ച് ചെയ്തെടുത്താൽ അത് മാത്രം മതി, അത് നല്ല മനോഹരമായിട്ടിരിക്കും. അപ്പോൾ ഞാനെടുത്ത് ഗം വെച്ചിട്ട് നന്നായിട്ട് ഗം പേസ്റ്റ് ചെയ്തു. അതിലേക്ക് നമ്മുടെ ബീഡ്സും, അതായത് ബീഡ്സ് ഞാൻ കട്ട് ബീഡ്സ് അല്ല, പ്ലെയിൻ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. അതും ക്ലിപ്പ് സ്റ്റോണും 1.5 വിട്ട് ഞാനതങ്ങ് ഒട്ടിക്കുകയാണ്. ഇത് ബീഡ്സിന് പകരം നിങ്ങൾക്ക് ആ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് വേറെ മാറ്റണമെങ്കിൽ മാറ്റാം. അതുപോലെ തന്നെ ക്ലിപ്പ് സ്റ്റോണും മാറ്റി കൊടുക്കാം. കളർ ക്ലിപ്പ് സ്റ്റോണൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് അതിരിക്കും. നല്ല രസമാണ് അത് കാണാൻ. അപ്പോൾ എൻ്റെ കയ്യിൽ കളർ അവൈലബിൾ അല്ല, അതാണ് ഞാൻ ചെയ്യാത്തത്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ, അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഞാനൊരു ടിയാര ഫ്ലവറും വെച്ചു. ഈ ടിയാര ഫ്ലവറിൻ്റെ അകത്ത് ഞാൻ സെൻറ്ററിലായിട്ട് ഒരു ബീഡ്സും കൂടെ വെച്ച് കൊടുത്തു. നോക്കിയേ, അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ഞാൻ ഫിനിഷ് ചെയ്തു. ഇത് വളരെ സമയമൊന്നും എടുക്കത്തില്ല, കാരണം അങ്ങനെ ഒത്തിരി സമയം എടുക്കുകയോ ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നുമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എളുപ്പമായിട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്കിതൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള അക്സസറീസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നോക്കി, ഇത് മനോഹരമാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.